ലോക്സഭയിലും രാജ്യസഭയിലും എല്ലാം ഈ ഒരു നിയമം വരുമ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ട്, അത് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ പല എംപിമാരുടെയും പ്രവർത്തനങ്ങളും അവർ രാജ്യസഭയിലും ലോക്സഭയിലും പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ നേരിട്ട് കണ്ടറിഞ്ഞതാണ്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഒറ്റവാക്കി പറയുകയാണെങ്കിൽ മുനമ്പം ജനതയെ വോട്ടാർത്ഥിക്ക് വേണ്ടിയിട്ട് തഴഞ്ഞു കളഞ്ഞു. അത് തന്നെ പറയാനുള്ളൂ. കേരളത്തിൽ നിന്ന് പോയ എംപിമാർക്ക് മുനമ്പം ജനതയോട് നീതി പുലർത്താനായിട്ട് ആകെ കഴിഞ്ഞത് സുരേഷ് ഗോപിക്ക് മാത്രമാണ്. അതിന്റെ അടയാളങ്ങളാണ് ഞങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്, സമരപ്പന്തലിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മുനമ്പം ജനതയോട് നീതി പുലർത്തിയ ഒരാളെന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് പോയ MP സുരേഷ് ഗോപി മാത്രമാണ്. ഞങ്ങളുടെ MP അടക്കം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വഖഫ് നിയമം പാസ്സാകാനായിട്ട് സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഏതർത്ഥത്തിലാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നത്? പിന്നെ MP പറഞ്ഞ ഒരു കാര്യം, MP മത്സ്യത്തൊഴിലാളിയാണെന്ന് പറഞ്ഞു. നമ്മളൊരു മത്സ്യത്തൊഴിലാളിയാണെങ്കിൽ അത് ഒരു തീരദേശ മക്കളുടെ രോദനം അറിയുന്ന നല്ലൊരു മത്സ്യത്തൊഴിലാളിയാണെങ്കിൽ ഈ മുനമ്പം ജനതയോടൊപ്പം MP നിൽക്കുമായിരുന്നു. പക്ഷേ എംപിയുടെ പ്രസ്ഥാനത്തിന്റെയും വോട്ടാർത്ഥിയാണ് ഇന്ന് കോൺഗ്രസിന് ഈ ദേശത്ത് ഒരു വിലയില്ലാണ്ടാക്കിയത്. അദ്ദേഹം ഹൈബിയുടെ ഇന്നലെ പറഞ്ഞൊരു വാക്കാണ് ലോക്സഭയിൽ, അല്ലെ? അദ്ദേഹം മത്സ്യത്തൊഴിലാളിയാണ് അവരിൽ ഒരാളെന്ന് പറഞ്ഞു. അതിനെതിരെയല്ലേ ഇപ്പൊ പറഞ്ഞു? അതെ, മത്സ്യത്തൊഴിലാളിയാണ് എന്ന് പറഞ്ഞു. നമ്മളൊരു ഫിഷ് കറി കഴിക്കുമ്പോഴും ഫിഷ് ഫ്രൈ കഴിച്ചാലും നമ്മളൊരു മത്സ്യത്തൊഴിലാളി ആവില്ല. അത് കടലിന്റെ ചൂട് പറയണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഹൈബിയുടെ അല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ വഞ്ചി സ്ക്വയറിൽ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ പാർലമെന്റിൽ ചെന്ന് പുള്ളി സംസാരിച്ചത് വേറെ, അവസാനം പറഞ്ഞത് വേറെ. നിയമ ഭേദഗതി ബില്ല് പാസ്സായില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മുൻപ് ജനത രക്ഷപ്പെടുന്നത്? എങ്ങനെയാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പുള്ളി പറയുന്നത്? അപ്പോൾ എന്തായാലും അത് ഒരു വളരെ കുറച്ചിലായി പോയി. കാരണം ഞങ്ങളുടെ MP അവിടെ ഉണ്ടായിട്ട് മറ്റൊരു MP ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ടി വന്നത് അത് എന്താണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചരിത്രം മാറും. സുരേഷ് ഗോപി അദ്ദേഹം രാജ്യസഭയിലും ലോക്സഭയിലും മുനമ്പം ജനതയ്ക്ക് വേണ്ടി ഒരുപാട് നമ്മൾ സംസാരിക്കുന്നു, മാശേരി സംസാരിക്കുന്നതൊക്കെ നമ്മൾ കേട്ടു. അദ്ദേഹം ഇപ്പോഴും ഈ ഒരു നിമിഷം വരെ നിങ്ങളുടെ ഫോണിലുണ്ടായിരുന്നു ചോദിച്ചായിട്ട്. എന്താണ് അതിനെക്കുറിച്ച്? സുരേഷ് ഗോപി സാർ, ഞാൻ പറഞ്ഞില്ലേ, സാറ് തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു പോകാൻ നേരത്ത് സാറ് പറഞ്ഞൊരു ഡയലോഗ്, ഞാൻ തൃശ്ശൂരിന്റെ മാത്രം MP ആയിരിക്കില്ല, കേരളത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു MP ആയിരിക്കുള്ളൂ എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു. അതൊക്കെ ഞങ്ങളൊക്കെ ഫേസ്ബുക്കിലൂടെയൊക്കെ വായിച്ചതാണ്. പക്ഷെ ആ വാക്ക് ശരിക്കും അനർത്ഥമാക്കി. പിന്നെ ജോർജ് കുര്യൻ സാർ നന്നായിട്ട് നമുക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുണ്ട്. കിരൺ റിജു, അപ്പൊ ഒത്തിരി പേർ, നമ്മളെ അറിയാത്ത ആളുകൾ വരെ നമ്മളെ പാർലമെന്റിൽ നമ്മൾക്ക് വേണ്ടി സംസാരിച്ചപ്പോഴും നമ്മളുടെ എല്ലാ അവകാശങ്ങളും തടയുമാറാണ് കേരളത്തിൽ നിന്ന് പോയ മറ്റ് MP ചെയ്തത്. അപ്പൊ അതിന്റെ ഒരു ഖേദം ഞങ്ങൾക്കുണ്ട്. അതിന്റെ ഒരു ഖേദം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഈ സമരം 6 മാസം കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞത് അത് മുനമ്പത്തുനിന്ന് ഒരു തുടക്കം തന്നെയായിരിക്കും. ഇപ്പോ നിങ്ങളുടെ സമരം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്നുള്ളത് വഖഫ് ഭേദഗതി അത് വരുത്തുക എന്ന് തന്നെയാണ്. അത് ഇപ്പോൾ നടന്നിരിക്കുകയാണ്. ആ ഒരു സ്വപ്നം നിങ്ങൾ സാക്ഷാത്കരിക്കുകയാണ്. ഇനി എത്രത്തോളം ഉണ്ടാവും നിങ്ങളുടെ ഈ ഒരു സമരത്തിന്റെ യാത്ര, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം, അതായത് നിങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് യാത്ര എന്തോരുണ്ടാവും? ഞങ്ങളുടെ ലക്ഷ്യത്തിലോട്ടുള്ള യാത്ര ഇപ്പോ കഴിഞ്ഞ ദിവസം നിയമമന്ത്രി പറയുന്നുണ്ടായിരുന്നു, വഖഫ് ബിൽ പാസ്സായെങ്കിൽ എന്തുകൊണ്ട് ഒരു സമരം നിർത്തുന്നില്ല എന്ന്. ഞങ്ങളോട് ആദ്യം രാമേന്ദ്രൻ കമ്മീഷനെ വെച്ചപ്പോൾ ചോദിച്ചൊരു ചോദ്യമാണത്. എന്തുകൊണ്ടാണ് വഖഫ് ബില്ല് പാസ്സായിട്ട് രാമേന്ദ്രൻ കമ്മീഷനെ വെച്ചാലോ നിങ്ങൾക്ക് സമരം നിർത്താതിരുന്നില്ലെന്ന് ചോദിച്ചു. അന്ന് ഞങ്ങൾ സമരം നിർത്തിയിരുന്നെങ്കിൽ എന്തായാനെ? ഇപ്പൊ ഞങ്ങളോട് BJP ഗവൺമെന്റ് പറഞ്ഞ വാക്ക് അവർ പാലിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് അതിന്റേതായ നടപടികളുണ്ട്. കേരള സർക്കാരിനെ സമീപിക്കേണ്ടതുണ്ട്. അപ്പോൾ കേരള സർക്കാരിന് ഇനിയും സമയമുണ്ട്. അപ്പോൾ കേരള സർക്കാരിൽ നിന്ന് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ ഞങ്ങൾക്ക് പുനഃസ്ഥാപിച്ച് കിട്ടുന്നത് വരെ ഞങ്ങളുടെ ഈ സമരപ്പന്തൽ ഇവിടെ ഉണ്ടാകും. അപ്പോൾ റവന്യൂ അവകാശങ്ങൾ അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്, റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക. അതുവരെ ഞങ്ങൾ ഈ സമരപ്പന്തൽ ഉണ്ടാവും. ഞങ്ങളുടെ സമരം തുടരും. BJP ഗവൺമെന്റ് പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. ഇനി പാലിക്കേണ്ടത് കേരള ഗവൺമെന്റാണ്. തീർച്ചയായിട്ടും. താങ്ക് യു.